ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ മക്കളെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ എൻ്റെ മക്കളെ എല്ലാവരും നിങ്ങളുടെ സിലബസ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമായിരിക്കും അല്ലേ, ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 ചാപ്റ്ററിൽ നിന്ന് ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററും അതുപോലെ പാർട്ട് നമ്പർ, ഈ 2 ചാപ്റ്ററും നല്ല അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്. രണ്ടും എളുപ്പത്തിൽ പഠിക്കാനും ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയ ചാപ്റ്ററാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫിഗേഴ്സ് കാണാൻ പറ്റുന്നുണ്ടാവും. എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കൺഫ്യൂഷൻ ആക്കുന്നതുമായിട്ടുള്ളൊരു ചോദ്യം. നോക്കിക്കേടെ, എന്താണ് ചോദ്യം? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഭിന്നങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഭിന്ന രൂപങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രത്തിന്റെ പേര് കണ്ടെത്തി എഴുതുക. സോ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 5 പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നതിൽ, ABCDE. പക്ഷേ നിങ്ങളോട് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളിലേക്ക് കൃത്യമായിട്ടുള്ള ഫ്രാക്ഷൻ വരുന്നത് ഏതാണെന്ന് യോജിപ്പിക്കാനാണ് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ എൻ്റെ മക്കൾ നോക്കുമ്പോൾ അവിടെ 4 ടേബിളേ ഉള്ളൂ, പക്ഷേ 5 പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആവും. അയ്യോ, 4 ടേബിളും 5 പിക്ചേഴ്സോ, അതെന്താ കളി? അങ്ങനെയൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും തരുന്നില്ലല്ലോ, അപ്പോൾ ചോദ്യം തെറ്റായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഇത് നിങ്ങളെ ഒന്നുകൂടെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് തന്ന ചോദ്യമാണ്. 5 പിക്ചേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ഏതായിരിക്കും ഈ 4 എണ്ണത്തിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതണം. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ പിക്ചർ നോക്കിക്കേ, A എന്ന് പറയുന്ന പിക്ചർ അല്ലേ, 4 കൃത്യമായിട്ടുള്ള സെക്ഷൻസ് ആക്കി തിരിച്ചതിൽ 2 എണ്ണം മാത്രം കളർ ചെയ്തിട്ടുണ്ട്. സോ 4 എണ്ണത്തിൽ 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആയിട്ട് സൂചിപ്പിച്ച് എഴുതിയത്? യെസ്, 2/4 അല്ലേ. 4 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ 2/4 എന്ന് എഴുതി. ഈ 2/4 നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കി എഴുതിക്കൂടെ? ചെറുതാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. എടാ, 2നെ നേരെ പകുതിയാക്കി, 4നെ നേരെ പകുതിയാക്കി. അപ്പോൾ നോക്കാം, നമ്മൾ അതിനെ എന്ത് ചെയ്തു? A എന്നുള്ള ഫിഗറിനെ ഞാൻ മാറ്റിയിട്ട് 1/2 എന്നുള്ള രീതിയിൽ മാറ്റി എഴുതി. ഇനി അടുത്ത B എന്നുള്ള ഫിഗർ നോക്കിക്കേ. ബി സെക്ഷൻ നോക്കുമ്പോൾ 1 2 3 4 5 6 അല്ലേ, 6 പീസസ് ആക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കേക്ക് വിചാരിച്ചാൽ മതി, ആ കേക്കിനെ 6 പീസ് ആക്കിയിട്ടുണ്ട്. ഈ 6 എണ്ണത്തിൽ 2 എണ്ണം മാത്രം കളർ ചെയ്തു. അപ്പോൾ 6 എണ്ണത്തിൽ 2 എണ്ണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/6 അല്ലേ, 2/6 എന്ന് എഴുതാം. ഈ 2/6 എന്ന് പറഞ്ഞാൽ 2/6നെ എനിക്ക് ഒന്നുകൂടെ ചെറുതാക്കി എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? ഇത് 2നെ നേരെ പകുതിയാക്കിയാൽ 1, 6നെ നേരെ പകുതിയാക്കിയാൽ 3. അപ്പോൾ 2/6 എന്ന് പറഞ്ഞാലും 1/3 എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ B എന്ന് പറഞ്ഞാൽ 1/3 ആണ്. നെക്സ്റ്റ് ഫിഗർ നോക്കിക്കുക. അടുത്ത ഫിഗർ 1 2 3 4 5 6 7 8 8 പീസുകളാക്കി. 8 എണ്ണത്തിൽ 3 എണ്ണം മാത്രം കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3/8 അല്ലേ. 8 എണ്ണത്തിൽ 3 എണ്ണം. എനിക്കിതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല, ഞാനത് അങ്ങനെ തന്നെ വെച്ചു. ഇനി അടുത്തത് D എന്ന് പറയുന്ന പിക്ചർ നോക്കി ഞാൻ. എടാ, D നോക്കിക്കേ. 1 2 3 4 5 6 6 എണ്ണത്തിൽ 1 എണ്ണം മാത്രമേ കളർ കൊടുത്തുള്ളൂ. അപ്പോൾ 6 എണ്ണത്തിൽ ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/6, 1/6. ഓക്കെ അല്ലേ, 1/6 എന്ന് എഴുതാം. ഓക്കെ, റെഡിയെ. ഓരോന്നിനും നിങ്ങൾ കൊടുക്കുന്ന ഫ്രാക്ഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് E എന്ന് പറയുന്ന ഫിഗർ നോക്കണം അല്ലേ. അത് നോക്കാം. നിങ്ങൾ അതിൻ്റെ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്നുള്ളത് നോക്കേ. കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാ നോക്കിക്കേ, ഇങ്ങനെ ഓരോ പോർഷൻസ് ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനത് കണ്ടിട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നുകൂടെ അതിൻ്റെ മുകളിലൂടെ വരച്ച് തന്നത്. റെഡി അല്ലേ? ഇനി നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഒരു കേക്കിനെ 12 പീസുകളാക്കി. ഈ 12 എണ്ണത്തിലോ 1 2 3 4 5 6 7 8 9 അല്ലേ, 9 എണ്ണത്തിന് മാത്രം കളർ കൊടുത്തു. അപ്പോൾ 12ൽ 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 9/12, 9/12 എന്ന് നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. ഈ 9/12നെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? യെസ്, 9ൽ 3 പോകും. 9ൽ 3 പോകും 3 തവണ. 12ൽ 3 പോകും എത്ര തവണ? 4 തവണ.
അപ്പോൾ നമ്മൾ ഇതിനെ ചെറുതാക്കി എഴുതുമ്പോൾ ഒരേ സംഖ്യ കൊണ്ട് താഴെയും മുകളിലും എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം നോക്കാം, ഇതിനെ മാറ്റിയിട്ട് എനിക്ക് 3/4 എന്ന് മാറ്റി എഴുതാൻ പറ്റി. അപ്പോൾ ഏറ്റവും ചെറുതാക്കിയിട്ട് ആ ഫ്രാക്ഷൻ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്തു, ഈ 5 ഫിഗേഴ്സിനെയും മാറ്റി എഴുതി. ഇനി ആ ടേബിൾ ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ഫിഗർ ആരാണ്, 3/8. 3/8 വരുന്നത് ഇതിൽ ആരാണ്, സി ആണ് അല്ലേ. അപ്പോൾ സി ആയിരിക്കും അവിടെ എന്തിൽ വരിക, ഇത് ഈ ഒരു കള്ളിയിൽ നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത് നോക്കാം, അടുത്തത് എന്താണ്, യെസ് അടുത്ത ഫ്രാക്ഷൻ 1/3 ആണ്. 1/3 ഇതിലുണ്ടോ, യെസ് 1/3 എന്ന് പറഞ്ഞാൽ ആരാണടാ, നമ്മളെ ഫിഗർ ബി ആണ്. ഫിഗർ ബി കണ്ടില്ലേ, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു 1/2 3/4. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, എന്നാലും 1/2 3/4ൻ്റെയും ഫിഗേഴ്സ് ആരാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നോക്കിയിട്ട് ഒന്ന് കൃത്യമായിട്ട് ആ ഒരു ടേബിളിൽ എഴുതി കൊടുക്കുക. സോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. എൻ്റെ മക്കൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.